ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ മെല്ലെ വർത്താനം പറയുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റ ഉറങ്ങാണ്. കുഞ്ഞാറ്റ ഉറങ്ങി എണീച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണിക്കൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ രാവിലെ ചോറൊക്കെ വെന്തു, ചോറൊക്കെ അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ വിറകിന് പോയിരിക്കുക കേട്ടോ. അപ്പം ഞാനിനി എന്താ കറി വയ്ക്കാനൊന്നുമില്ലല്ലോ എന്നൊക്കെ നോക്കിയപ്പോഴേ അപ്പോൾ 2-3-4 ഉണക്കൽ മീൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ അതിലേക്ക് വേണ്ട ഉള്ളിയും മുളകും സവോളയാണ് കേട്ടത്. ചെറിയ ഉള്ളി ഇല്ല, അതുപോലെ വെളുത്തുള്ളി, ഒരു പച്ചമുളകും കുഞ്ഞാറ്റ എണീച്ചിട്ടുണ്ട് കേട്ടോ. പോയോക്കട്ടെ. ഈ കത്തിക്കട്ടെ കേട്ടോ. തക്കാളി ഒന്നും ഇല്ലെന്ന് ശകലം പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ ആദ്യം തീ കത്തിക്കട്ടെ കേട്ടോ. തീ കത്തിച്ചിട്ടില്ല. കുട്ടി ഉറങ്ങണോണ്ടേ വേഗം പണി ഒരുക്കിയ പിന്നെ ആ പണി ഒരുങ്ങും. ആദ്യം തന്നെ എല്ലാതും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിലേക്ക് നുറുക്കി വെച്ചാലേ പിന്നെ ഒരു സമാധാനം. പിന്നെ തീ പിടിപ്പിച്ചിട്ട് അങ്ങനെ ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം ഒരുക്കിയെടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചട്ടിയടുപ്പത്ത് വെച്ച് തീ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും നമുക്ക് സമയം കിട്ടില്ല കേട്ടോ. പിന്നെ ഓരോന്ന് ഇങ്ങനെ നമ്മൾ എടുത്ത് നുറുക്കി ഒക്കെ അടുപ്പത്ത് ഇടുമ്പോഴത്തേനും അടുപ്പത്ത് ഇട്ടത് ചിലപ്പോൾ ആദ്യം കരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനേക്കാളും നല്ലതാണല്ലോ എല്ലാ ഐറ്റങ്ങളും ഒരുക്കി വെച്ച്. ഇപ്പം ഞാൻ തക്കാളി ഇല്ലാത്തതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ തക്കാളിയും കൂടി നുറുക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അതേപോലെ മഞ്ഞൾ, മുളക് എല്ലാത്തിൻ്റെയും ഡപ്പയൊക്കെ ഞാൻ പെട്ടെന്ന് കാണുന്ന അടുത്ത് വേഗം മുമ്പിൽ കൊണ്ടുവന്ന് ഒരുമിച്ച് വെക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് ഡപ്പയും പാട്ടയും തിരഞ്ഞുകൊണ്ട് നടക്കേണ്ടി വരും. പെട്ടെന്നായിരിക്കും ചിലപ്പോൾ തീ അധികമാവും. അടുപ്പിലൊക്കെ വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, പെട്ടെന്ന് തീ അങ്ങനെ അധികമായ പണി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ഒരുക്കി വെക്കാറ് കേട്ടോ. നിങ്ങളാരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഞാനങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ എന്തായാലും തീ ഒന്ന് പിടിപ്പിച്ച് കിട്ടാനേ കുറച്ച് പണിയാണ് പനി. എന്തായാലും ചോറ് വാർത്ത് വെച്ചതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ എന്താ പറയുക, തീയൊക്കെ കെട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം പിടിപ്പിക്കേണ്ട ഗതി വന്നു കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ. പൊട്ടയായിരിക്കും അമ്മ. കുലുങ്ങണുണ്ടല്ലേ? ഇനി ഉണ്ടോ? വിറകുണ്ടോ ഇനി? നീ കൊണ്ടുവരാൻ പോണോ? എവിടെ? കനാലിന്റെ മുൾക്കടെ പോയി? വെള്ളം കുട്ടി അതവിടെ ഇരിക്കണേ. അതാ കസേരയില്. കുട്ടിയെ കാണില്ല. അവള് വെറുതെ കരകന്നെ. അവളെ വെറുതെ നിന്ന് ആട്ടണം ഞാന്. ഉള്ളിയും മുളകും വാട്ടിയിട്ട് അടുപ്പത്ത് വെച്ചിക്കട്ടോ ഞാന്. അപ്പൊ അത് കരിയില്ലേ അടുപ്പത്തുനിന്ന്. അവളെ നിന്ന് ആട്ടണം എന്ന്. അമ്മ വരുന്ന വഴിക്ക് വിറകൊണ്ട് വരുന്ന സമയത്ത് ഇവള് കരയണത് കേട്ടിക്കണം. അപ്പൊ എന്തിനാ കാറിയായിരുന്നു ഇവളെന്ന് ചോദിക്കുകയാണ് അമ്മേ. ഇവളെ എണീച്ചപ്പോ ഇവളെ എണീച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇവളെ എണീച്ചിക്കണൂന്ന്. പോയിട്ട് നോക്കുമ്പോൾ ഇവളെ ആട്ടിയും കൊണ്ട് നിൽക്കണം. ഉണന്ന് കിടക്കുക. എന്നിട്ട് പാട്ടും പാടി കിടക്കുക. അതിന് കരയുക. എന്നിട്ട് ഞാൻ ആ പാട്ടാതെ അടുപ്പത്തെ സാധനം കരിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിമുളകും കരിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അതിന് അപ്പോൾ അത് അവിടെ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിരിക്കുക. നിങ്ങൾ ചുള്ളലെടുക്കാൻ പോവുക? അത് കീറിയിട്ട് കഴിക്കാനേ കറുവത്തും കായ. പോയിട്ട് വരിന്ന ഞാൻ കൂട്ടാൻ ചാറ് വെന്തിറക്കിയിട്ടേ കഞ്ഞി കുടിക്കാന്നൊപ്പം പോയിട്ട് വരും. ഒരു കറുവപ്പിൻ്റെ തണ്ട് പറിച്ചിട്ട് വരട്ടെ. പുറമെ ഇങ്ങനെ ചിരിക്കണമെന്നുള്ളൂ കേട്ടോ. ഒരു സമാധാനമല്ല. ഏട്ടന് ഇന്നലെ വയ്യാതായിട്ടേ കുഞ്ഞാറ്റയ്ക്ക് കഴിക്കാൻ കൊടുക്കായിരുന്നു കേട്ടോ. ഞാൻ കഞ്ഞി കൊടുക്കായിരുന്നു. കഞ്ഞിയൊക്കെ കൂടി കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് കിടക്കണുണ്ട് കേട്ടോ കട്ടിൻ്റെ മേലെ. അപ്പം അമ്മ അതാ ചോറെടുത്തിട്ട് കഴിക്കുന്നുണ്ട്. അമ്മ ചോറിക്കും വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കറി എടുക്കട്ടെ ഞാൻ. തക്കാളി ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോഴേ കറി ചിലപ്പോൾ കുറച്ച് എരിവുണ്ടാവും, സാധ്യത ഉണ്ട്. വെറും സവോളയല്ലേ, പിന്നെ പുളി ആയതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പുളി ആയതുകൊണ്ടേ ചിലപ്പോൾ മധുരിച്ചാലോ എന്ന് വിചാരിച്ചാൽ കുറച്ച് എരിവൊക്കെ ഇട്ടു കേട്ടോ.
എന്തായാലും ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. എന്ത് കുഞ്ഞാറ്റേ? ആ നീ കുഞ്ഞാറ്റ അങ്ങനെ തന്നെ. ഹായ് പറ. ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. കുഞ്ഞാറ്റ ഇങ്ങോട്ട് നിക്ക് അപ്പൊ ഇവിടെ നിന്ന് എന്നെ കാണി. ഒരു ഫോണ് കണ്ട അങ്ങനെ കേട്ടോ. ഞങ്ങള് മീൻചാറൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കട്ടെ. വീഡിയോ എടുക്കാന്ന് കണ്ടിട്ടുണ്ടെങ്കില് ഫോണിന്റെ മുമ്പിലാണ് വന്നത്. ഇനി അതവിടെ വെച്ചാ കേടുവന്ന് ഊരമ്മ. അവിടേക്ക് ഇരിക്കാമ്മ. ചെത്തിക്കളി. ഗ്യാസ് വണ്ടി വന്നപ്പോഴോ പാലം പണിക്കോ നമ്മറ അല്ല അവിടെയൊക്കെ വന്നത് ശബ്ദം കേട്ടു ഗ്യാസും വണ്ടി. അപ്പൊ എന്നാ നമുക്കും വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്കും ഇറക്കാലോ എന്ന് വിചാരിച്ചു. അതെ ഓരോ കുത്തുംപുള്ളിയിലമ്മ കുത്തുംപുള്ളി അത് വടിയും കൊണ്ട് കുത്തിയിട്ടിട്ടൊക്കെ അല്ലേ തട്ടാണ്. എന്തായാലും മുറുക്കി നമുക്ക് കഴിക്കാം. എന്തായാലും മധുരം ഉണ്ടോ കുഞ്ഞാറ്റേ? ഉണ്ടോ? സൂപ്പറാണോ? സൂപ്പറാണോ? നമ്മടോടെ ഉണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട. ആരാൻ്റെ അവിടെ കാണുമ്പോ ഇങ്ങനെ നോക്കി. ഇനിയിപ്പോ ഇതിനൊക്കെ മുളച്ചുണ്ടായാ കാണാം. അടിപൊളി കേട്ടോ. മധുര ശകലം കമ്മിയമ്മ. അതല്ലെങ്കിലും അങ്ങനെ തന്നെ. കുട്ടി മുഖം മറന്നു നിൽക്കും എപ്പോഴും. അത്യാവശ്യം കണ്ടു. ഇനി ഏതാ പഴുത്ത് നിൽക്കും? വേണോ? എങ്ങനെ മുടി കെട്ടി കൊടുത്താൽ രാവിലെ വെച്ചിട്ടാ? 2-3-4 പഴുത്ത് നിൽക്കും. അല്ല പഴുത്ത് പൊടിയുന്നു. അത് കുട്ടം വന്ന കുട്ടം കയ്യിൽ ഇനി ഉണ്ടമ്മ ചെത്തിയത്? ഒരു മുറി കഴിഞ്ഞോ? പപ്പായ ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ പപ്പായ അധികമാണ്, ഇഷ്ടം പോലെയാണ്. കണ്ടോ പോയോ കയ്യിന്ന്? ഒരു ശ്രദ്ധ അറിയണതില്ല അവൾക്ക്. എന്റെ മേത്തേക്കണ്ട. അടിയിട്ടോ കുഞ്ഞാറ്റിക്ക് കൊണ്ടിട്ട്. അത് വീഴും അത് വീഴാനാണ്. കണ്ടോ? അത് വേണ്ടാന്ന് പറഞ്ഞേനെ പ വെച്ചതിന്. നീ കൊടുക്കണ്ട കേട്ടമ്മ അവൾക്ക്. നീ കൊടുക്കണ്ട കേട്ടമ്മ. നമ്മടെ കുട്ടിക്ക് തരും കേട്ട്. ഇതെന്റെ കയ്യിൽ മാറി ഇങ്ങോട്ട് മാറി.